ഹായ് ഹലോ നമസ്കാരം. ഓക്കെ, അപ്പോൾ നമ്മളിന്നൊരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ പോവാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള 2025 ബെസ്റ്റ് എനിക്ക് തോന്നിയ മലയാളം മൂവീസ് അത് ഏതൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ ക്വിക്കായിട്ട് പറഞ്ഞു പോകാം. ഓക്കെ എൻ്റെ ലിസ്റ്റിൽ നമ്പർ 5 ആയിട്ട് വരുന്നത് രേഖാചിത്രം. 2025 തന്നെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷനിൽ തന്നെ റിലീസായ മൂവിയാണ് രേഖാചിത്രം. ജെഫിൻ ടി ചാക്കോൻ്റെ മൂവിയാണ്. ഡയറക്റ്റഡ് ബൈ സ്റ്റാറിങ് നമുക്കെല്ലാവർക്കും അറിയാം ആസിഫ് അലി ഉണ്ട്, അനശ്വര രാജൻ ഉണ്ട്, മനോജ് കെ ജയൻ, സിദ്ദിഖ് ജഗദീഷ്, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട്. നമ്മൾ ഒരുപാട് കണ്ടുമടുത്തൊരു ജോണറാണ് ഈ മിസ്റ്ററി ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ ജോണർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ട്രീറ്റ്മെൻറ്റ് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിരുന്നു. ആ ഒരു സ്റ്റോറി ലൈൻ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സെയിം രീതിയിലാണെങ്കിലും ട്വിസ്റ്റ് എല്ലാം അൺഫോൾഡ് ചെയ്യുന്ന സെയിം രീതിയിലാണെങ്കിലും അവർ കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ്, അതായത് മൊത്തം സ്റ്റോറീൻ്റെ കിടപ്പ് ഒരു വ്യത്യസ്ത രീതിയിലാണ്. ഒരുമാതിരി ഫ്ലാഷ് ബാക്കിൽ തന്നെ കൂടുതൽ ഊന്നിയുള്ളൊരു ഇൻവെസ്റ്റിഗേഷനാണ്. മോർ ദാൻ നമുക്ക് തന്നെ കുറച്ച് പസിൽഡായി പോകും. നമ്മൾ ഇതെങ്ങനെയായിരിക്കും സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഇതെങ്ങനെയായിരിക്കും ടാക്കിൾ ചെയ്ത് റീസൺ ചെയ്യുക എന്ന് നമുക്ക് തന്നെ ഒരു ഇൻറ്റേർണൽ ഡൗട്ട് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ആൾക്കാരത് മേക്കേഴ്സ് അതിനെ എടുത്തിരിക്കുന്നത്. സോ നമ്പർ 5 ഈസ് രേഖാചിത്രം. ഓക്കെ, നമ്പർ 4 എന്ന് പറയുന്നത് തുടരുവാണ്. നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ തിരിച്ചുവരവ്, ലൂസിഫർ L2 തിരിച്ചുവരവാണെന്ന് പറഞ്ഞാലും അത് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത മൂവി ആയിരുന്നില്ല. ഫാൻസിനെയും ഫാമിലിയെയും ടോട്ടൽ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്ത ഒരു തിരിച്ചുവരവെന്ന് പറയുന്നത് തുടരും തന്നെയാണ്. വളരെയധികം നല്ല റിസപ്ഷനും ക്രിട്ടിക്കലി ആയാലും ശരി, കമേഴ്ഷ്യൽ വൈസ് ആണെങ്കിലും ശരി നല്ല റിസപ്ഷൻ കിട്ടിയ മൂവിയാണ്. അറിയാം, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ തരുൺ മൂർത്തി. അതേപോലെ തന്നെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്ന KR സുനിലാണ്. വളരെയധികം നല്ല സിനിമയായിരുന്നു. വളരെയധികം എൻജോയ് ചെയ്തു. ആക്ഷൻ സീക്വൻസസ് ശരിക്കും എൻജോയ് ചെയ്തു. സൗണ്ട് ട്രാക്ക് ബൈ ജേക്സ് ബിജോയ് വളരെ അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രഫി ആയാലും ശരി, ബാക്കിയുള്ള എല്ലാ ആസ്പെക്ട്സും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും നല്ല രീതിയിൽ വർക്ക് ചെയ്തതിൻ്റെ ഒരു ടോട്ടൽ കളക്റ്റീവ് റിസൾട്ട് ഈ മൂവിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വേർത്തി കംബാക്ക് തന്നെയായിരുന്നു. ഓക്കെ, നമ്പർ 4 തുടരും. നമ്പർ 3 എന്ന് പറയുന്നത് എക്കോ ആണ്. അനദർ മിസ്റ്ററി ത്രില്ലർ മൂവി തന്നെയാണ്. ലാസ്റ്റ് ഇയർ കിഷ്കിന്ധാകാന്ഡം കണ്ടു കാണും. അവരുടെ തന്നെ ടീമിൻ്റെ ഡയറക്ടർ ബൈ ദിൻജിത്ത് അയ്യത്താൻ ആൻഡ് റിട്ടൺ ആൻഡ് സിനിമാറ്റോഗ്രഫി ബൈ ബാഹുൽ രമേശ്. വളരെയധികം ക്രിട്ടിക്കലി അക്ലെയിംഡും ടെക്നിക്കൽ സൈഡായാലും ശരി, ബാക്കി ആക്ടിങ് പെർഫോമൻസ് എല്ലാം ടോപ്പ് നോച്ചായ മൂവിയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഇതിൻ്റെ റൈറ്റിംഗ് അദ്ദേഹത്തിൻ്റെ ബാഹുൽ രമേശിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടാലും ശരി, ബാക്കിയുള്ള കോൺവെർസേഷൻസ് എല്ലാം കേൾക്കുമ്പോൾ നമുക്കറിയാം ആൾ എത്രത്തോളം ഇൻവോൾവ് ആയിരുന്നു ആ ഒരു റൈറ്റിംഗ് പ്രോസസ്സിൽ നിന്ന്. അതേപോലെ തന്നെ സിനിമാറ്റോഗ്രഫിയും സൗണ്ട് മിക്സിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറായിരുന്നു ഈ മൂവിയിൽ. ദ പവർ ഓഫ് സൗണ്ട് മിക്സിങ് എന്താണെന്ന് ഈ മൂവിയിൽ ശരിക്കും എവിഡൻ്റ് ആയിരുന്നു. ആ എല്ലാ ഫാക്ടേഴ്സും, അതിൻ്റെ കൂടെ തന്നെ എക്സലൻ്റ് ആക്ടിങ് ഫ്രം ഓൾ ലീഡിങ് ആക്ടേഴ്സ്. സോ നമ്പർ 3 എക്കോ. നമ്പർ 2 എന്ന് പറയുന്നത് ലോക ചാപ്റ്റർ 1 ആണ്. ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ് ഓഫ് 2025 എന്ന് തന്നെ പറയാം. ഡയറക്റ്റഡ് ബൈ ഡൊമിനിക് അരുൺ, written by Dominic Arun, produced by Mr. ദുൽഖർ സൽമാൻ. അദ്ദേഹത്തിൻ്റെ തന്നെ ബാനറായിട്ടുള്ള വേഫാറർ ഫിലിംസിൽ നിന്ന് ഒരു യൂണിവേഴ്സ് പോലെ, അവർ തന്നെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെ ലോക എന്നുള്ളൊരു യൂണിവേഴ്സ് ഉണ്ടാക്കുന്നതിൻ്റെ അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പോലെ എടുത്തൊരു സിനിമയാണ്. വളരെയധികം എക്സ്പെരിമെൻ്റൽ സൈഡിൽ നിന്ന് എടുത്ത സിനിമയാണ്. കേരള ഫോക്ലോറും അതുപോലെ തന്നെ കൾച്ചറലായിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് സിനിമയാണ്. ഒരു വളരെ നല്ല വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ബോത്ത് സ്റ്റോറി വൈസ് ആയാലും ബാക്കി ടെക്നിക്കൽ സൈഡ് ആയാലും പെർഫോമൻസ് ആയാലും എടുത്തു പറയേണ്ട ഒരുപാട് പെർഫോമൻസ് ഉണ്ട്. പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിൻ ലീഡായ കല്യാണി പ്രിയദർശൻ്റെ വളരെ സട്ടിലായിട്ടുള്ള, അധികം നോയ്സി ആക്കാത്ത നല്ല മെച്യൂറായിട്ടുള്ള പെർഫോമൻസ് കാണാൻ പറ്റി. അതേപോലെ തന്നെ നെസ്ലിൻ്റെയും സപ്പോർട്ടിംഗ് കാസ്റ്റിൻ്റെയും സാൻഡി മാസ്റ്റർ വില്ലൻ്റെയും ബാക്കി വരുന്ന എല്ലാ ക്യാമറസും, ടോവിനോൻ്റെ ആയാലും ദുൽഖറിൻ്റെ ആയാലും ബാക്കി
1 or 2 seconds വന്നു പോകുന്ന എല്ലാ ക്യാമിയോസും വളരെയധികം എഫക്റ്റീവായിരുന്നു, നല്ല ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മ്യൂസിക്, ജേക്സ് ബിജോയിൻ്റെ മ്യൂസിക് വളരെയധികം ഇമ്പാക്റ്റ്ഫുള്ളായിരുന്നു, ഓൺ പോയിൻ്റ് ആയിരുന്നു. സൗണ്ട് ട്രാക്ക് ആയാലും ശരി, സോങ്സ് ആയാലും ശരി, എല്ലാം അടിപൊളിയായിരുന്നു. സോ നമ്പർ 2 ലോക്ക ചാപ്റ്റർ 1. ഓക്കെ, നമ്പർ 1 എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെ എഗ്രി ചെയ്യണം എന്നില്ല. എനിക്ക് പേഴ്സണലി ഫേവറേറ്റായിട്ട് തോന്നിയ ബെസ്റ്റ് ഫിലിം ഓഫ് 2025 ഫ്രം മലയാളം ഈസ് പൊന്മാൻ. എടുത്തു പറയേണ്ട അതിൻ്റെ സ്റ്റോറി തന്നെയാണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ നോവൽ. 4-5 ചെറുപ്പക്കാർ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജ്യോതിഷ് ശങ്കറാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് ബേസിൽ ജോസഫ്, സജിൻ ഗോവു, ലിജോമോൾ ജോസ്. വളരെയധികം ഫിലോസഫീസും ഐഡിയോളജീസും സോഷ്യൽ മെസ്സേജസ് എല്ലാം അണ്ടർലൈങ് സബ് ടെക്സ്റ്റിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള സിനിമയാണ്. ഒരേ ടൈമിൽ എൻ്റർടൈനിങ്ങും അതേപോലെ തന്നെ തോട്ട്ഫുള്ളുമായിട്ടുള്ള സിനിമയാണ്. സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പുതിയ എന്തെങ്കിലും തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. പുതിയ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള തോട്ട്, ഓപ്പൺ മൈൻഡായിട്ട് പല കാര്യങ്ങളും കാണാനും പറ്റും. ഇതിലെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് എന്ന് തന്നെ പറയാം ബേസിൽ ജോസഫിൻ്റെ. അത്രയ്ക്ക് നാച്ചുറലായിരുന്നു. ഇമോഷണൽ സീൻസ് എല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് വളരെയധികം മെച്യൂറായിട്ടാണ്. ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അടിപൊളിയായിരുന്നു. ആക്ടിങ് ക്രൂ, ആക്ടിങ് കാസ്റ്റ് എല്ലാം തന്നെ അടിപൊളിയായിരുന്നു. ലിജോമോൾ ജോസ് ആയാലും ശരി, സജിൻ ഗോപു ആണെങ്കിലും ശരി, വളരെയധികം എക്സെപ്ഷണലായിരുന്നു. സോ നമ്പർ 1 ഈസ് പൊന്മാൻ. ഓക്കെ, ദീസ് ആർ മൈ ടോപ്പ് 5. നിങ്ങൾക്ക് ഈ ടോപ്പ് 5 ഇഷ്ടമായില്ലയോ എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. അഥവാ നിങ്ങൾക്ക് ഡിസഗ്രി ആണെങ്കിൽ നിങ്ങളുടെ ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 5 മൂവീസ് ഓഫ് 2025 ഏതാണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. ലെറ്റ്സ് സീ. ഓക്കെ, അതുവരെ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.